ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ അവർ സെർവ് ചെയ്യുന്ന ഒരു ഡെസേർട്ടാണ് ക്യാരറ്റ് ഹൽവ. അത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ: 3/4 കിലോയോളം ക്യാരറ്റ്, 4 ടേബിൾ സ്പൂൺ നെയ്യ്, 3/4 കപ്പ് ഷുഗർ, 3/4 കപ്പ് മിൽക്ക് പൗഡർ, 3 ടേബിൾ സ്പൂണോളം ആൽമണ്ട്സ് അല്ലെങ്കിൽ കാഷ്യൂനട്ട് ആയാലും കുഴപ്പമില്ല, 1/2 ടീസ്പൂൺ കാടമം. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ക്യാരറ്റ് ഒരു ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഫുഡ് പ്രോസസ്സർ ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഹാൻഡിൽ കയ്യിൽ പിടിക്കുന്ന ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം. ഫുഡ് പ്രോസസ്സർ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു വോക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വച്ചിരുന്ന നെയ്യുടെ പകുതി ഭാഗം ചേർത്തിട്ട് ചൂടാകുമ്പോൾ ക്യാരറ്റ് ഇട്ടിട്ട് ഇളക്കാൻ പോവുകയാണ്. എടുത്തു വച്ചിരുന്ന ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 6 കപ്പോളം ഉണ്ടത്. ഏകദേശം 5 മിനിറ്റോളം ക്യാരറ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം 5 മിനിറ്റോളം ക്യാരറ്റ് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മിക്സ് ചെയ്തു. ഞാൻ നേരത്തെ എടുത്തു വച്ചിരുന്ന ചേരുവകളിൽ പാലിൻ്റെ കാര്യം മറന്നുപോയി പറയാൻ. 1/2 കപ്പോളം ഹോൾ മിൽക്ക് ഇതിനകത്ത് ചേർക്കണം. ഇത് കഴിഞ്ഞിട്ട് അതാണിപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പകുതിക്ക് പകുതി പാലും ക്രീമും കൂടെ ചേർത്തും ഇതിനകത്ത് ഉപയോഗിക്കും. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഈ പാലും ക്യാരറ്റും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. തുടരെ ഇളക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ക്യാരറ്റ് പാലിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷുഗർ ചേർക്കാം. ഇനിയും തുടരെ ഇളക്കിക്കൊണ്ടിരിക്കും. ചേർത്ത ഷുഗർ ഇപ്പോൾ മെൽറ്റ് ചെയ്ത് അതിനെയും തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. 2-3 മിനിറ്റായിട്ട് തുടരെ ഇളക്കുകയായിരുന്നു. അതിൽ വെള്ളമൊക്കെ കുറച്ച് പറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് 6-7 മിനിറ്റോളം ഇപ്പോൾ ഇളക്കി. ക്യാരറ്റിനകത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇറങ്ങി. ആ വെള്ളമൊക്കെ ഇപ്പം പറ്റിയിട്ടുണ്ട്. ഇനി പാൽപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. തീ അല്പം കുറച്ചിട്ടിട്ട് ഇളക്കി. ഒരു 3-4 മിനിറ്റ് കൂടി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ക്യാരറ്റ് ഹൽവ ഏകദേശം തയ്യാറായി. ഇനി നമുക്ക് ബാക്കിയുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ആൽമണ്ട് സ്ലൈസസും കാഡമം പൗഡറും ചേർത്ത് ചെറിയ തീയിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നെയ്യ് 2-3 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ ഹൽവ കൂടുതൽ സ്വാദിഷ്ടമായിരിക്കും. ഞാനിവിടെ ഒരു മീഡിയം സ്വീറ്റായിട്ടുള്ള
ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഒരു 1/4 കപ്പ് ഷുഗറും കൂടെ ചേർക്കാം. ക്യാരറ്റ് ഹൽവ തയ്യാറായി. ഇതിനെ ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഡെസേർട്ടാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. കമൻസ് അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.